ചേട്ടാ രാവിലെ വരുമ്പോൾ എന്തായിരുന്നു ഇവിടെ? ഞാൻ അതിരാവിലെ എത്തിയിട്ടില്ല. ഞാൻ ഒരു 10-11 മണിക്ക് ശേഷം വന്നത്. അപ്പോൾ അവിടെ അവർ വിരലിൻ്റെ കഷ്ണം കണ്ടിരുന്നു അവിടെ. അപ്പോൾ പോലീസുകാരെല്ലാം എത്തിന്. അതായത് ബോംബ് സ്ഫോടനത്തിൽ ഇതിൽ തെറിച്ച് വീണതായി. തെറിച്ച് വീണ ഒരു വിരൽ അവിടെ ഉണ്ടായിരുന്നു. അത് പോലീസുകാർ എടുത്തു കൊണ്ടുപോയി. നിങ്ങൾ ഈ മേഖലയിലുള്ളവർ വിനീഷിനെ ഇവരൊക്കെ അറിയുന്നതാണോ? അത് പരിചയമുണ്ട്. അവരെ ഇതിനു മുമ്പ് അങ്ങനെ CPM ആയിട്ടൊക്കെ അങ്ങനെ അടുത്ത് പ്രവർത്തിക്കാൻ അങ്ങനെ അതിനെ പറ്റിയൊന്നും അറിയില്ല. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെയാണോ, ഞാൻ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം വരുമ്പോൾ കാണുന്നത് ഈ കൈയിൻ്റെ വിരൽ അറ്റുപോയതാണ്. അതല്ല, അത് വിരൽ അവിടെ കണ്ടിരുന്നു. തെറിച്ചു വീണ്. അത് ആ പോലീസുകാരിൽ എത്തിയതിന് ശേഷമാണ് അതോട് എടുത്തു കൊണ്ടുപോയി. ഈ പണി നടക്കുന്ന ഒരു വീട്ടുടമ, അതായത് ഈ മനോഹരൻ എന്ന് പറയുന്ന ആൾക്കാരുടെ വീടാണ് ഈ ഇത്തരത്തിൽ അവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മനോഹരൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു ഈ സത്യത്തിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ഈ വിനീഷിനെ അതുപോലെ തന്നെ ഷെറീനൊക്കെ? വിനീഷിനെ ശരിക്കും നന്നായിട്ട് അറിയാം. ഷെറീനെ അവിടെ കാണാം. പക്ഷെങ്കിൽ ഓൻ്റെ പേരും എനിക്കറിയില്ല. ഓനാട് അധികം അവിടെ ഉണ്ടോ? എല്ലാ ദിവസവും അവിടെ ഉണ്ടാകുന്ന നിങ്ങളെ പണി നടക്കുന്ന വീടാണോ? നമ്മളെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പൈസ പഞ്ചായത്തിൻ്റെ പൈസ കിട്ടാതെ കൊണ്ടാണ് ഈ പെൻഡിങ് 10 മാസമായി പൈസ ഒന്നും കിട്ടാതെ കൊണ്ട്. അല്ലെങ്കിൽ ഒന്നും വീട്ടിൽ കൂട്ടിയിട്ടുണ്ടാവും. ഈ സമയത്ത് നിങ്ങളിവിടെ വരുമ്പോൾ സമയത്തോ അല്ലെങ്കിൽ നോക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെയല്ല സ്ഫോടക വസ്തുക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു? ഒന്നും കാണില്ല. അങ്ങനെ നമ്മളെ പറമ്പത്തുള്ളൂ. ഞാൻ വണ്ടിയിലും മറിക്കുന്നു. ഒന്നും കാണില്ല. ഒരു സംഭവം കാണില്ല. വീടിൻ്റെ മേലെ ഞാൻ കയറുന്നില്ല. എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ മേലെ കയറുന്നുണ്ട്. ഒന്നും കാണില്ല. നമ്മൾ അടക്കയും കാര്യങ്ങളും ചിക്കുന്ന അങ്ങോട്ട് വന്ന് നോക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം ഇന്നലെ വന്നിരുന്നോ? ഇന്നലെയും വീടിൻ്റെ മേലെ കയറി. അപ്പോൾ അന്നേരം ഒന്നുമില്ല, ഒരു സംഭവമില്ല. ഈ വിനീഷിനെ നിങ്ങൾക്ക് മുമ്പേ അറിയുന്ന അങ്ങനെ ആണോ? പരിചയമൊക്കെ ഉണ്ടോ? സംസാരിക്കാറൊക്കെ ഉണ്ടോ? സംസാരിക്കാനും ചെയ്യുന്നുണ്ട്. ഇന്നലെ കണ്ടിരുന്നു? ഇന്നലെ കണ്ട് ടിക്കറ്റ് വാങ്ങി. നിങ്ങൾ ലോട്ടറി വെക്കുന്ന ആൾ എന്നോട് 20 ടിക്കറ്റ് കൊടുത്ത് 13 ടിക്കറ്റ് എടുത്തിട്ട് 500 രൂപ തരികയും ചെയ്തു. മറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംശയം നമുക്ക് ഉണ്ടായിട്ടില്ല. ഈ വിനീഷ് പാർട്ടിയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ? അവൻ CPM-ൻ്റെ ആളാണ്. അവൻ ഫുൾ CPM-ൻ്റെ വർക്കർ തന്നെയാണ്. CPM-ൻ്റെ ആളാണ്. മറ്റുള്ള കൂട്ടത്തിലല്ല, അവൻ CPM-ൻ്റെ ആളാണ്. ഈ പരിസരത്ത് അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നോ? പരിചയമില്ലാതെ ആടെ വരുന്നുണ്ട്. ആടെ വരുന്ന കൂട്ടോടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരാളെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയുക? നിങ്ങൾ അയൽവക്കത്തുള്ള മറ്റൊരു വീട്ടിൽ വരാറുണ്ട്? വീട്ടിൽ വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ. എൻ്റെ വീട്ടിൽ ആൾക്കാർ വരും. നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും അധികാരമില്ലല്ലോ. ആടെ പരിചയമുള്ള അനവധി ആൾ വരുന്നുണ്ട്.